അപ്പോൾ ഈ 4 മണിക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു പലഹാരം നോക്കിയാലോ. അപ്പോൾ ഇന്നിവിടെ മുട്ട ബജിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് കോഴിമുട്ടയോ താറാമുട്ടയോ അതല്ല കാടമുട്ടയോ ഉണ്ടെങ്കിൽ നമുക്ക് അതും എടുക്കാം. അപ്പോൾ ഞാനിന്നിവിടെ താറാമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ പുഴുങ്ങി രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഒരു പച്ചക്കായും കൂടെ ചീവി അതും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കനം കുറഞ്ഞ ചീവി വേണം വയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന ബാറ്റർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് ഞാനിവിടെ ആദ്യം കടലമാവ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ലേശം വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, കായപ്പൊടി, ലേശം ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ ബാറ്ററിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഇട്ട് നല്ലതുപോലെ മുക്കി ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം. തീ കുറച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. അകമൊക്കെ വേവണം. അതിനുശേഷം അതുപോലെ തന്നെ ഞാൻ ഇവിടെ കായും കൂടെ മുക്കി പൊരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കനം കുറഞ്ഞ കായാണ്. കായ എടുത്ത് അതിലേക്ക് ബാറ്ററിലേക്ക് മുക്കി തിരിച്ചും മറിച്ചും ഇട്ട് മൊരിച്ചെടുക്കുക. അപ്പോൾ നല്ല സൂപ്പറായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ബജിയുടെ റെസിപ്പീസാണ്. ഇതിൻ്റെ കൂടെ ഒരു ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാനിവിടെ ഇച്ചിരി ടൊമാറ്റോ സോസാണ് എടുത്തിരിക്കുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്